ഹായ് ഹോൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഗുൾ ടോക്ക് ഫാമിലി. അപ്പോൾ ഇന്ന് മുതൽ നോമ്പ് തുടങ്ങിയല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ഡേ 1 ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നീറ്റ് പാടന്നെ ഞങ്ങൾ പത്തിരിപ്പണി കറികളൊക്കെ വെക്കൂട്ടോ. അല്ലെങ്കിൽ മക്കളായിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്നിച്ചാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ പത്തിരിപ്പണി പത്തിരിക്ക് ചുട്ടെടുക്കൽ തുടങ്ങിയിട്ടാണ്. പിന്നെ കറികൾ, അത്താഴത്തിനുള്ള മീൻ കറി, അതേപോലെ പത്തിരിക്കുള്ള ഇറച്ചിക്കറിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. പത്തിരിക്ക് നമ്മൾ ബീഫിക്ക് വറുത്തരച്ചിട്ടാട്ടോ കറി വെക്കുന്നത്. എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ കറിക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുളി നിസ്കാരവും മക്കളെ ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 4:30 ആകുമ്പോഴാട്ടോ വീണ്ടും കിച്ചണിക്ക് ഇറങ്ങുക. ഇനിയിപ്പോൾ സ്നാക്ക് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഉള്ള ദിവസം ഇന്ന് സമൂസയാണ് ഉണ്ടാക്കുന്നത്. ബീഫൊക്കെ ഉള്ള ദിവസം സമൂസയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. കാരണം നമുക്ക് ബീഫ് സെപ്പറേറ്റ് വേവിക്കണ്ടല്ലോ. ഈ നമ്മൾ കറിയിൽ നിന്ന് തന്നെയാണ്, മസാലയിൽ നിന്ന് തന്നെയാണ് കോരലിട്ടോ. ഇപ്പോൾ തേങ്ങയൊക്കെ പാരുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ അതിന് നല്ല പീസ് നോക്കിയിട്ട് കോരിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കലാട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് 3 ഉള്ളിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓവർ മസാലയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ബീഫിൽ അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അത് വരണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബീഫായ കാരണം മീറ്റ് മസാല കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. അതേപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. ഒരു മുളക് നമ്മൾ ഉള്ളി വഴന്ന് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. ഞാനത് വിട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത ബീഫും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഉടച്ചതും കൂടെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ അധികം കൂടെ ഒന്ന് മസാല പിടിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സമൂസയ്ക്കുള്ള ഒരു കൂട്ടും കൂടെ തയ്യാറാക്കാണ്ട്. ഒരു ടേബിൾ സ്പൂൺ മൈദയ്ക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം നല്ലതിലിട്ടോ. അത് ലാസ്റ്റ് നമുക്ക് അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും നല്ല സെറ്റായി കിട്ടും കേട്ടോ. മറ്റേത് ഇതിങ്ങനെ പൊട്ടി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇനി ഈ ബാക്കിയുള്ള ഷീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കവർ വെച്ചിട്ടോ ഒരു കവർക്ക് ഇതിൻ്റെ പൊട്ടിച്ച ഭാഗം ഇറക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കുഴപ്പം വരില്ല. അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ എടുക്കുമ്പോൾ ഒക്കെ പൊട്ടി ഇതായിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത സ്നാക്കിനുള്ളത് ഞാനൊരു 6 ബ്രെഡാട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ 4 സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഈ ഭാഗം കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയും ചെയ്യട്ടോ. പിന്നെ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ കൊണ്ടാണ് ഞാൻ അതിനുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. അത് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് നല്ല കട്ടിക്ക് ഇങ്ങനെ എന്താ പറയുക ഫില്ല് അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്ത്. ഇനി അതൊക്കെ ഒരു ബാറ്റർ റെഡിയാക്കണം കേട്ടോ. അതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
അപ്പോൾ ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് ഞാൻ കുറച്ച് മിൽക്കാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് പൊരിക്കാനും കാര്യത്തിനും ഒന്നും കൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. അതേപോലെ പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതേപോലെ ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഓവർ എണ്ണൊന്നുമില്ലാതെ ഇതാ ഈ ഒരു രീതിയിൽ ഈ എണ്ണയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ ബാങ്ക് എടുക്കാനായപ്പോൾ ഞങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക കേട്ടോ. ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് കേട്ടോ. ജ്യൂസൊന്നുമില്ല, കാരണം എല്ലാത്തിലും ഷുഗറല്ലോ, അപ്പോൾ അത് നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.